ഓക്കെ, നമുക്ക് അനാലിസിസിലേക്ക് വരാം. നോക്കിക്കോളൂ, നല്ല മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻഡെക്സുകൾ തന്നെ നോക്കി ട്രേഡ് ചെയ്യാം. ഇൻഡെക്സുകൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ഇവിടെ വന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ നോക്കിയേ, നമ്മുടെ ബോൾ ലൈൻസ് വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും നമ്മുടെ ബോൾ ലൈൻസ്, നിഫ്റ്റിയും നമ്മൾക്ക് ഇറങ്ങിപ്പോയ നിഫ്റ്റിയാണ് തിരിച്ച് വന്ന് ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നു. ദെൻ നിഫ്റ്റി സർവീസ് ഇതുപോലെ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേസമയം നിഫ്റ്റി 50യും അങ്ങനെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയും ദെൻ നിഫ്റ്റിയും ഏകദേശം 3 ഒരുപോലെ കൺഫേംഡ് ആണ്. സോ നല്ലൊരു റിയാക്ഷൻ ആയിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പി ട്രെൻഡ് അവിടെ വരുന്നുണ്ട്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പി ട്രെൻഡും സി ട്രെൻഡും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ 50 മിനിറ്റ്സിൽ ഒരു സി ട്രെൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് മൂന്നും കൺഫേംഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇന്ന് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുതിയതായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കൂടി ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ 3 കൺഫേംഡ് ആകുന്ന സിറ്റുവേഷൻസ് ഒരുപാടെണ്ണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമുക്ക് ഓവർ ട്രേഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് 4 ട്രേഡുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ ഒരു ട്രേഡ് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ട്രേഡുകളൊക്കെ സക്സസ് തന്നെയായിരുന്നു. അതിൽ ഒരെണ്ണം ചെറിയ ലോസ് വന്നു. അത് തൊട്ടടുത്ത് തന്നെ അടുത്ത ലെവൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത ട്രേഡിലേക്കൊന്നും നോക്കാൻ പോയില്ല. കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളെല്ലാം കൂടി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് വന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഇതാ നമ്മളുടെ ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സി പൊസിഷൻ വന്ന് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ്. ഇതേ സമയം നമുക്ക് നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റി ഇതേ സമയം കാണിക്കുന്നത് ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഫസ്റ്റ് ലെവൽ തന്നെയാണ്. അതേസമയം നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയും അതേസമയം ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലെവൽ റിജക്ഷനാണ്. സോ നമുക്ക് അടുത്ത ഒരു സി പൊസിഷൻ കൊടുക്കാം. സെക്കൻഡ് ക്യാൻഡിൽ ഒരു സി പൊസിഷൻ കൊടുക്കാം. അത് ഞാൻ ഇൻഫോം ചെയ്തതാണ്. നമുക്ക് സി പൊസിഷനിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സി പൊസിഷൻ കൊടുക്കുകയാണ്. അതായത് നോക്കിക്കേ, ഇത്രത്തോളം പോയിട്ടുണ്ട് അത്. ഓക്കെ, ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു 90 രൂപയ്ക്ക് എടുത്താൽ പോലും 150 റുപ്പീസ് പോയിട്ടുണ്ട്. 100% തികഞ്ഞില്ലെങ്കിലും ഏകദേശം അതിന് അത്രത്തോളം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് കിട്ടിയതെങ്കിൽ 75 രൂപയ്ക്കാണെങ്കിൽ കൃത്യം അത് 100% റിട്ടേൺ നമുക്ക് ഒരു 10,000 ഇട്ട് കഴിഞ്ഞാൽ 10,000 തന്നെ കിട്ടുന്ന റിട്ടേൺ ആ ഒരു ഒറ്റ ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഞാൻ ഇൻഫോം ചെയ്തിരുന്നത്. അതിനുശേഷം വന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇൻഫോം ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഓവർ ട്രേഡ് നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ ഓവർ ട്രേഡ് ആയിരിക്കും ഈ ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് തോന്നാം. പക്ഷേ ഭാഗ്യത്തിന് അതൊന്നും ഫേക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലായിരുന്നു. നോക്കിക്കോളാം, 1 2 3 4 ഫോർത്ത് ക്യാൻഡിലായപ്പോൾ വീണ്ടും ഇത് വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യണം. കണ്ട, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സി പൊസിഷൻ വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നു. ഇതേ സമയം നിഫ്റ്റിയുടെ സി പൊസിഷൻ നോക്കുക. നിഫ്റ്റിയുടെ സി പൊസിഷൻ വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ സി പൊസിഷൻ, നമ്മൾ സി ആണ് എൻ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ സി പൊസിഷൻസ് തന്നെയാണ് ഒരേപോലെ ലെവലിൽ വരേണ്ടത് കേട്ടോ. ഏതെങ്കിലും സി മതി, നമുക്ക് 2 സി ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു സി ഒക്കെ ആണെങ്കിലും മതി. നിഫ്റ്റിയും അതേസമയം ഫസ്റ്റ് ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, 4ാമത്തെ ക്യാൻഡിൽ. അപ്പോൾ തൊട്ട് 5ാമത്തെ ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സി എൻട്രി കൊടുക്കാം. അവിടെ ഞാനൊരു സി എൻട്രി കൊടുത്തിരുന്നു. 5ാമത്തെ ക്യാൻഡിൽ നമ്മൾ സി എൻട്രി എടുത്താൽ നോക്കിക്കേ, നല്ല റിട്ടേൺ, 100% റിട്ടേൺ അവിടെയും ഉണ്ട്. ഓക്കെ, കണ്ടോ, ഒരു 30 റുപ്പീസിൻ്റെ ആണെങ്കിൽ തന്നെ 75 എബോവ് പോയിട്ടുണ്ട്. 100% എബോവ് റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന ഏറ്റവും ലാസ്റ്റാണ്. ബാക്കിയൊക്കെ നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇത് വെച്ച് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ് കിട്ടും കേട്ടോ. ഇത് ഇപ്പം ഞാൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പൊസിഷൻസ് നോക്കിയിട്ട് ഒരേപോലെ വരുന്ന പൊസിഷൻ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളൊരു സി പൊസിഷനാണ് എടുക്കണമെങ്കിലും 3നും സി ഒരേപോലെ വരണം. നേരത്തെ നമ്മൾ 3 ഒരേപോലെ വന്നാൽ മതി. അതായത് ഒരു ഇൻഡെക്സിൻ്റെ തന്നെ ഇപ്പോൾ നിഫ്റ്റിയുടെ തന്നെ 4 നോക്കുകയാണെങ്കിൽ 4 ഒരുപോലെ ഒരുപോലെ വരിക. 2 സി പൊസിഷൻ ഒരുപോലെ വരുന്നു, ഒരു പി പൊസിഷൻ ഒരുപോലെ വരുന്നു അല്ലേ. സി പൊസിഷൻ 2 ഫസ്റ്റ് ലെവലാണെങ്കിലും ഏതെങ്കിലും ഒരു ബി പൊസിഷനെങ്കിലും ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയില്ല. ആ ട്രേഡ് കൊണ്ട് കേട്ടോ, അങ്ങനെ 3 കൺഫേംഡ് ആകുന്ന ട്രേഡ് ഓക്കെ തന്നെയാണ്, നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അത് വന്നില്ലെങ്കിൽ ഇത് വരും. അതായത് ഇപ്പോൾ നിഫ്റ്റി
നമ്മളൊരു സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ സി ട്രേഡിൽ നമുക്കൊരു എൻട്രി പൊസിഷൻ കാണുമ്പോൾ നിഫ്റ്റിയിലും അതേ എൻട്രി വേണം, ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി വേണം, എങ്കിൽ മാത്രമേ ആ എൻട്രി ഓക്കെ ആകുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നോക്കിക്കേ ഫിൻ നിഫ്റ്റിയുടെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ബാക്കിൽ നിന്ന് 1 2 3 4 5 6 7th ക്യാൻഡിൽ. ഓക്കെ, ബാക്കിൽ നിന്നുള്ള ഈ 7th ക്യാൻഡിൽ ഫിൻ നിഫ്റ്റിയുടെ ഈ ഫസ്റ്റ് ലെവലിൽ വന്നിട്ട് ടച്ച് ചെയ്യണം. കണ്ടോ, ഫസ്റ്റ് ലെവലിൽ ജസ്റ്റ് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ, സെക്കൻഡ് ലെവലെന്നോ ഫസ്റ്റ് ലെവലെന്നോ പറയാം. കണ്ടോ, ഫസ്റ്റ് ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതേ സമയം അപ്പോൾ ഇത് പി പൊസിഷനാണ്. പി പൊസിഷൻ ഫസ്റ്റ് ലെവലിൽ വന്ന് ടച്ച് ചെയ്തു. അപ്പോൾ മുകളിലേക്ക് റിജക്റ്റ് ചെയ്യുമോ ഇല്ലയെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ അങ്ങനെ കാണിച്ചിരിക്കുന്നു. നിഫ്റ്റിയിൽ അതേ സമയം നോക്കിക്കേ, നിഫ്റ്റി അതേ സമയം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, ഫസ്റ്റ് ലെവൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഇതേ സമയം ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇത് തന്നെയാണ് അതേ സമയം കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പി പൊസിഷൻ നോക്കിക്കേ, ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഇത് 3 ഒരേപോലെ കാണിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? അടുത്ത വീണ്ടും ഒരു പി പൊസിഷനിൽ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. നല്ല പി പൊസിഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ട്രേഡിലേക്ക് ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല, ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് ടൈമിൽ ട്രേഡ് വേണ്ടാന്ന് വെച്ചു, കാരണം നമുക്ക് ഒരുപാട് ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നല്ലൊരു പൊസിഷനായിട്ട് പോലും എൻ്റർ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടില്ല ആ ഒരു പൊസിഷനെ പറ്റിയിട്ട്. ഓക്കെ, സി ട്രേഡൊന്നും ഇതിനകത്തില്ല. നോക്കിക്കേ, സി എൻ്റർ ഇവിടെ വരുന്നുണ്ട് ഒരെണ്ണം. കണ്ടോ, ബാങ്ക് നിഫ്റ്റി ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നോക്കുക, ബാങ്ക് നിഫ്റ്റിയിൽ 3 പൊസിഷൻ ഒരുപോലെ ആകുന്നില്ല. ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ വേണമെങ്കിൽ ലാസ്റ്റ് ലൈൻ എന്ന് പറയാം, പക്ഷേ ഈ ഒരു സി പൊസിഷൻ ലാസ്റ്റ് ലൈനിലല്ല, ഇതും ലാസ്റ്റ് ലൈനിലല്ല. അപ്പോൾ അവിടെ ഒന്നും എൻട്രി ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരേണ്ടതാണ്. പക്ഷെ അതൊന്നും വരാത്തതിന് കാരണം ഇതുപോലെ ഒരുപോലെ ആക്യുറേറ്റ് ആകുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ 3 ഇൻഡെക്സുകളിലും ഒരെണ്ണം കൺഫേംഡ് ആയിട്ട് വന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കൺഫേം ചെയ്യാം. ഇത് കൺഫേം ചെയ്തിട്ട് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 1 month ഡേറ്റ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ 3 monthsൻ്റെയൊക്കെ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് ഓക്കെ ആക്കി പറഞ്ഞത്. ഇത് ഏകദേശം 1 month കിട്ടിയിട്ടില്ലെങ്കിലും 1 month നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ 3 പൊസിഷൻസ് ഇന്നുണ്ടായിരുന്നു. 3 പൊസിഷനിൽ ഒരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റ് പൊസിഷൻസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾ നോക്കുക. ദെൻ കണ്ടോ, ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അക്യുറസി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യുറസി എന്നല്ല, നമുക്ക് ട്രേഡ് തെറ്റാതിരിക്കാനുള്ള ചാൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പി പൊസിഷനിൽ എൻട്രി ചെയ്യണമെങ്കിൽ ആ ലൈനിൽ വന്ന് ടച്ച് ചെയ്യണം. നമ്മൾക്ക് ഈ ലൈനിൽ ഇറങ്ങി വന്ന് ഈ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു എൻട്രി ഉണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ ഇറങ്ങി വന്ന് ഈ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ഒരു ലൈനിൽ ടച്ച് ചെയ്താലേ എൻട്രി ഉള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു സി പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ ആ ഏതെങ്കിലും ലൈനിൻ്റെ മുകളിൽ വന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു എൻട്രി ഉള്ളത്. കണ്ടോ, ഇവിടെ നിന്നാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് എൻട്രി. സോ ഇതുപോലെ തന്നെ ഇറങ്ങി വന്ന് ഈ ലൈനെ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് എൻട്രി. അപ്പോൾ അങ്ങനെ 3 ഇൻഡെക്സുകളും ഒരുപോലെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സിയിലാണ് എൻട്രി ചെയ്യണമെങ്കിൽ സിയിൽ തന്നെ ടച്ച് ചെയ്യണം. പിയിൽ ടച്ച് ചെയ്താൽ പോരാ. നേരത്തെ നമ്മൾ 3 എണ്ണം ഒരുപോലെ കൺഫേംഡ് ആകുന്ന സിറ്റുവേഷൻസ് പറയുമ്പോൾ പിയിലും ആ ഓപ്പോസിറ്റ് ടച്ചിങ് വന്നാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ പി നോക്കുന്നേ ഇല്ല. സി ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണമെങ്കിൽ 3ൻ്റെയും സി പൊസിഷൻസ് ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിയിലാണ് എൻ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ 3ൻ്റെയും പി പൊസിഷൻസ് ഒരുപോലെ ആയിരിക്കണം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പിയിൽ നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ പി പൊസിഷൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെയും അവിടെ തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൺഫേംഡ് പൊസിഷൻ. മനസ്സിലായോ? അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഈ പി പൊസിഷനാണ് ഇവിടെ നിൽക്കുന്നത്. നിഫ്റ്റിയുടെ മന്തിൻ്റെ പി പൊസിഷനാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും പി പൊസിഷൻസിന് ഒരുപോലെ ആണെങ്കിൽ ഒരുപോലെ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സി പൊസിഷൻസ് ഒരുപോലെ ആണെങ്കിൽ ഒരുപോലെ എൻട്രി എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ, നമ്മൾ ഈ ഒരു പി പൊസിഷനിലേക്ക് എൻട്രി ചെയ്തില്ലേ? ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്ന് ഇറങ്ങി വന്ന് ഇത് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്ന ഈ ഒരു സമയത്ത് എല്ലാവരും അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു പി പൊസിഷൻ എടുക്കാൻ പോകുന്നു. അതേസമയം നിങ്ങൾ സിയിലേക്ക് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനൊന്ന് പറയുകയാണ്, സിയും അതുപോലെ തന്നെയാണ്. അതേ നോക്കിയാൽ സി പൊസിഷൻ, ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ നോക്കിയേ, കണ്ടോ, കയറി പോയി ഇവിടെ ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം ഇവിടെ നിഫ്റ്റിയിലും കയറിപ്പോയി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, അതായത് ഇപ്പുറത്തെ തന്നെ സി ആകണമെന്നില്ല. ഇത് നമ്മൾ നോക്കി, ഈ സി എന്ന് പറയുന്നത് 27
നവംബറിലെ സി പൊസിഷനാണ് ഇവിടെ വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നത് 28 ഓക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ, അവിടെ കറക്റ്റാണ്. അങ്ങനെ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ 14 നവംബറിൽ സി ആണെങ്കിലും മതി ഇവിടെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്താൽ കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റ് 28 ഒരേ റേഞ്ചിലുള്ള ഒരേ മന്തിൻ്റെ പൊസിഷനിലുള്ളത് തന്നെയാണ് ഇവിടെ വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഫിൻ നിഫ്റ്റി ആണെങ്കിലോ, ഫിൻ നിഫ്റ്റി അതുപോലെ തന്നെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട് 19, അതായത് ഈ വീക്കെൻഡിലെയാണ് 19 ഫിൻ നിഫ്റ്റിയുടെ സി പൊസിഷൻ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപോലെ വന്നിരിക്കുന്നു അല്ലേ. പി പൊസിഷൻസും ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യാൻ പോകുന്നു, സി പൊസിഷൻസ് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ 10x റിട്ടേൺസ് ഒക്കെ, അതായത് നമ്മൾ ഒരു 10,000 ഇട്ട് കഴിഞ്ഞാൽ 1 lakh വരെ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള പൊസിഷൻസ് വരാറുണ്ട്. ഇത് നോക്കിയാൽ കണ്ടോ, ഒരു 10 രൂപയ്ക്കൊക്കെ എടുത്താൽ തന്നെ 100 രൂപയ്ക്ക് മുകളിൽ ഇത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും റിട്ടേൺസ് വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് തെറ്റില്ല എന്നുള്ളതാണ്. നമുക്കൊരു വിശ്വാസ്യത കൂടും. മറ്റേത് 3 നോക്കിയിരിക്കുക, 3 ഒരുപോലെയാണോ നോക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇത് കുറച്ചും കൂടെ നമുക്ക് തെറ്റാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ സിയിലാണ് എൻ്റർ ചെയ്യണമെങ്കിൽ 3ൻ്റെ സി ഒരേപോലെ വരണം. ഒരു ഗ്രാഫ് നോക്കിയാൽ മതി, 3ൻ്റെയും സിയുടെ ഒരു ഗ്രാഫ് ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ പിയിലാണ് എൻ്റർ ചെയ്യണമെങ്കിൽ 3ൻ്റെയും പി ഗ്രാഫ് ഒരുപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്ത് കൊടുക്കാം, ആ ഒരു ട്രേഡിലേക്ക് കൈ കൊടുക്കാം. നമുക്ക് നല്ല റിട്ടേൺസ് എന്ന് വെച്ചാൽ 100% റിട്ടേൺ വരെ പോകുന്നുണ്ട്. കുറഞ്ഞത് 50% എങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതുപോലെ 10x ഒക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ, അതായത് പി പൊസിഷനിൽ എൻ്റർ ചെയ്യാൻ പോകുന്നു, 3ൻ്റെയും ബി പൊസിഷൻസ് ഒരുപോലെയാണ്, എന്നാൽ 3ൻ്റെയും സി പൊസിഷൻസും ഒരുപോലെയാണ് എങ്കിൽ നമുക്കിതുപോലെ നമുക്ക് 10x റിട്ടേൺസ് വരെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം അത് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. വേണമെങ്കിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. ഇതുപോലെ സി ഒരുപോലെ വന്നതും പി ഒരുപോലെ വന്നതും 3 ഗ്രാഫിൻ്റെയും 3 ഇൻഡെക്സുകളുടെയും, അല്ലാണ്ട് ഒരു ഇൻഡെക്സിൻ്റെ 3 ഗ്രാഫിൻ്റെ കാര്യമല്ല, 3 ഇൻഡെക്സുകളുടെയും 3 ഗ്രാഫുകളും ഒരുപോലെ വന്നത് നമുക്ക് കുറച്ചും കൂടി നല്ല റിട്ടേൺ കിട്ടുന്ന ട്രേഡുകളായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടെങ്കിൽ നല്ല ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. അതിൽ താല്പര്യമുള്ളവർക്ക് സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡാണ്, അതിന് വലിയ എമൗണ്ട് ഇല്ല, എന്നാലും അത് പെയ്ഡാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡെക്സ് ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള നമ്മളുടെ വീഡിയോയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചാൽ കിട്ടണമെന്നില്ല, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.